ലോകകപ്പ് ഫുട്ബോളിന് ആരവമുയരുമ്പോൾ നെറ്റ്വർക്ക് ന്യൂസിനോട് മനസ്സ് തുറന്ന് ഫുട്ബോളിന്റെ ഇറ്റില്ലമായ തൃക്കരിപ്പൂരിന്റെ അഭിമാനം എം സുരേഷ്. പ്രതിഭകൾ പടിയിറങ്ങുമെന്ന് കരുതുന്ന ലോകകപ്പിലെ ഓരോ മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരിക്കുമെന്നും മുൻ ദേശീയ ഫുട്ബോൾ ടീം താരവും അർജന്റീനയുടെ കടുത്ത ആരാധകനുമായ സുരേഷ് പറയുന്നു. കാണാം ഉറുമീസ് തൃക്കരിപ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റൊരു ലോകകപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി നിരവധി തവണ കുപ്പായമണിഞ്ഞിട്ടുള്ള തൃക്കരിപ്പൂരിൻ്റെ സ്വന്തം അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന എം സുരേഷിനോടൊപ്പമാണ് നാം ഇന്നുള്ളത്. ഇപ്പോൾ അന്തർദേശീയ മത്സരങ്ങളിൽ നിരവധി തവണ കളിച്ചിട്ടുണ്ട് എന്ന പരിചയം വെച്ച് ഇപ്പോഴത്തെ ലോകകപ്പിൽ ഏത് ടീമിനായിരിക്കും വിജയം പ്രതീക്ഷിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എൻ്റെ ടീം അർജൻറ്റീനയാണ്. മെസ്സി ഒരിക്കൽ കൂടി അടിക്കണം തന്നെ ആഗ്രഹം. പക്ഷേ ഒരുപാട് നല്ല ടീമുകളുണ്ട്. ഹോളണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പോർച്ചുഗലുണ്ട്. അപ്പോൾ എല്ലാം നല്ല ടീമാണ്. ആരും ചിലപ്പോൾ ഏഷ്യയിൽ നിന്ന് നല്ലൊരു ടീം വരാം. പിന്നെ ചിലപ്പം ഏതെങ്കിലും ചെറിയൊരു കൺട്രി ഇപ്പം പുതിയതായിട്ട് ചിലപ്പോൾ വരാം. കാരണം എല്ലാ രാജ്യത്തും നല്ല നല്ല കളിക്കാരുണ്ടല്ലോ. ഇപ്പം ചെറിയ ചെറിയ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേര് യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല കളിക്കുന്നവരെന്തായാലും എത്തും. എൻ്റെ ഇതിൽ അർജൻറ്റീന അടിക്കണം തന്നെയാണ്. അർജൻറ്റീനക്കൊപ്പം സാധ്യതയുള്ള മറ്റ് സുരേഷ് സാധ്യത നൽകുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പിന്നെ റൊണാൾഡോ പോർച്ചുഗൽ അടിക്കണമെന്നുണ്ട്. റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത്ര നാളും കളിച്ചിട്ട് അവന് എല്ലാ ട്രോഫിയും കിട്ടിയിട്ടുണ്ട്, വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയാൽ നല്ലൊരു ഇതായിരിക്കും. ഫുട്ബോളിൻ്റെ അവസാനം ഇതാണ്, വേൾഡ് കപ്പ് ആയിരിക്കും. റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും ഇതൊക്കെ റൊണാൾഡോക്ക് കിട്ടിയാലും നല്ല ഒരു ലോകകപ്പിൽ പ്രസിദ്ധമായ സെനഗൽ വന്നതുപോലെ പുതിയ ഏതെങ്കിലും ടീമുകൾ വരികയും അവർ സെമിയോ അല്ലെങ്കിൽ ഫൈനലോ കാണുമെന്ന് പ്രതീക്ഷിക്കണം. ഉണ്ട്, മൊറോക്കൊക്കെ നല്ല ടീമാണ്. മൊറോക്കൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിന് എന്തായാലും ഒരു ടീം വരും. കാരണം എല്ലാം നല്ല, കാരണം യൂറോപ്യൻ ഇതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആഫ്രിക്കൻ ടീമിലെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കത് നല്ല ടീം വരാൻ ചാൻസ് ഉണ്ട്. ഏഷ്യയിൽ നിന്ന് ചിലപ്പോൾ ഒരു ടീം വരാൻ ചാൻസ് ഉണ്ട്. ജപ്പാനോ കൊറിയ, ജപ്പാനായിരിക്കും ചാൻസ് എന്ന് വിചാരിക്കുന്നു. ആരും ഇപ്പം എഴുതി പറ്റും. ഇത് ഫുട്ബോളാണ്. ഇപ്പോൾ എല്ലാ രാജ്യത്തും എല്ലാ കളിക്കാരും പല ഇതിലും പോയി കളിക്കുന്നുണ്ട്, ലീഗുകളിലും. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പുതിയൊരു രാജ്യം അല്ലെങ്കിൽ പുതിയൊരു പ്ലെയർ തന്നെ ചിലപ്പം ഉദയം ചെയ്യാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫുട്ബോൾ ആവേശം, തൃക്കരിപ്പൂരിൻ്റെ ഫുട്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൻ്റെ സ്വന്തമായ സുരേഷ് നമ്മളോട് പറയുന്നത് ലോകകപ്പിൽ പുതിയ താരോദയം അല്ലെങ്കിൽ പുതിയ ടീം വിജയ സാധ്യത ഉണ്ട് എന്നാണ്. എങ്കിലും സ്വന്തം ടീമായ അർജൻറ്റീനയോടുള്ള സ്നേഹം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല.